അസ്സലാമു അലൈക്കും ആൻഡ് ഗുഡ് ഈവനിങ്. ടീനേജേഴ്സിനോടെന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ കാര്യമൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷകളുണ്ട്. നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചില്ലാത്ത സ്വപ്നങ്ങൾ മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് കണ്ടിട്ട് കാര്യമില്ല. സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് സ്വപ്നത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? നല്ല പാതിരാത്രിയിൽ മൂടിപ്പൊതിച്ചുറങ്ങിക്കിടക്കുന്ന സമയത്ത് കാണുന്ന സ്വപ്നത്തെക്കുറിച്ചാണോ? അല്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഭാഷയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കാണുന്നതല്ല, മറിച്ച് ഏതൊന്നാണോ നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തത്, ഏതൊന്നാണോ നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തത്, അതാണ് ഡ്രീം. ആ ഡ്രീമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മത്സരങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം കൊണ്ടും മത്സരം, ഷോ ഓഫും പ്രസന്റേഷനും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ടീനേജേഴ്സ് നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്നറിയാം. നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യവുമായി നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ബ്ലോക്കേജസുകൾ, ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വരാനുണ്ട്. ഈ തടസ്സങ്ങളെ മുൻകടന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇവിടെ അങ്ങനെ സാധാരണ കാണുന്ന തടസ്സങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത് മോശം കൂട്ടുകെട്ടാണ്. ടീനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കളിൽ പലരും പറയുന്ന ഒരു പരാതിയാണ് മോശമായ കൂട്ടുകെട്ട്. അവർക്ക് നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ചിട്ടുള്ള ദേഷ്യമല്ല അതിന് കാരണം, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുമോ എന്നവർ ഭയപ്പെടുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പരാജയപ്പെടുമോ എന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്തരം കൂട്ടുകെട്ടുകളെ അവർ എതിർക്കുന്നത്. ഇങ്ങനെ കൂട്ടുകെട്ടി കൂടി നടക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നത് ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്കും മറ്റു പ്രോഗ്രാംസുകൾക്കും പോവുക ചെയ്യാം. പിന്നീട് അതുപോലെ തന്നെ സിഗരറ്റ് വലി, സ്മോക്കിംഗ്. അതുപോലെ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനിക്കായിരിക്കും കൂടെ ഒരു പക്ഷേ, അത് പക്ഷേ ജീവിതത്തിൽ ഒരു സ്വഭാവമായിട്ട് മാറും. ആ സ്മോക്കിങ്ങിൻ്റെ അതിൻ്റെ ലഹരി മതിയാകാതെ വരുമ്പോൾ ഹാൻസ്, പാൻപരാഗ് പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള, മദ്യപാനം പോലെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങൾ തേടിപ്പോകും. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഇവിടെ അതോടുകൂടി പഠനത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാതെ നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ പോകാൻ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വരും. അതുപോലെ രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് പ്രണയം. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ +2ലേക്കും ഡിഗ്രിക്കൊക്കെ കടന്നു ചെല്ലുന്ന സമയത്ത് നല്ല സുന്ദരന്മാരെയും സുന്ദരികളെയും കാണാനുള്ള ഭാഗ്യം കിട്ടും, ഇല്ലേ? അതോടുകൂടി ചില കുട്ടികളാണെങ്കിൽ നമുക്കറിയാം ആ പ്രായത്തിൽ ടീനേജേഴ്സിൻ്റെ ആ ഒരു ഹോർമോൺ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പ്രായത്തിൽ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നത് സ്വാഭാവികമാണ്. ചില ആളുകൾ പ്രണയത്തിൽ അകപ്പെടും, വീണുപോകും എന്ന് പറയാം, അല്ലേ? ഫാൾ ഇൻ ലവ് എന്ന് പറയാം, പ്രണയത്തിൽ വീണുപോകും. അതോടുകൂടി ഈ കമിതാക്കളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഇയാൾക്ക് അയാളെക്കുറിച്ചിട്ടുള്ള ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടാകുക, ഇയാൾക്ക് ഇയാളെക്കുറിച്ചിട്ടുള്ള ചിന്തയായിരിക്കും ഉണ്ടാകുക. രണ്ടുപേർക്കും പരസ്പരം കാണാതിരിക്കാൻ കഴിയുന്നില്ല, രണ്ടുപേർക്കും എപ്പോഴും സംസാരിക്കണം. അതോടുകൂടി ഭക്ഷണം കഴിക്കാൻ താല്പര്യമല്ല, ആകെ അവരുടെ പഠനത്തിലുള്ള കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഇല്ലാതാവുകയും അതോടുകൂടി പഠനം ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. ചില ആളുകൾ ഒരു പടി കൂടി കടന്നിട്ടാണ് അവർ ഒളിച്ചോടി പോവുക ചെയ്യാൻ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, പ്രേമത്തിന് കണ്ണുമില്ല മൂക്കുമില്ല, നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? പ്രേമത്തിന് കണ്ണും മൂക്കും മാത്രമല്ല, പ്രേമത്തിന് ബുദ്ധിയുമില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഓടിപ്പോകുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഓടിപ്പോകുന്നതെങ്കിൽ അവർ നേരെ ചെല്ലുന്നത് ഒന്നുകിൽ മദ്രാസിലോ അല്ലെങ്കിൽ മംഗലാപുരത്തോ മഹാരാഷ്ട്രയിലോ എവിടെയെങ്കിലും പോയിട്ട് ഈ പെണ്ണിനെ സംരക്ഷിക്കാനായിട്ട് ഇയാൾ എന്ത് ചെയ്യും? ഈ പയ്യൻ ഇവൻ ഏതെങ്കിലും ഹോട്ടലിലെ വെയിറ്ററിൻ്റെ പണി ചെയ്യും. അവസാനം കോടതിയിലെത്തുമ്പോൾ ജഡ്ജി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ആരോടൊപ്പം പോകണമെന്ന് ചോദിച്ചാൽ 17 വർഷം 18 വർഷം ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, നൊന്തു പ്രസവിച്ച അമ്മയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ലാളിച്ച് സ്നേഹിച്ച് നെഞ്ചിലേറ്റ് വളർത്തിയ അച്ഛനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട ആ ചേട്ടനോടൊപ്പം എനിക്ക് പോകണം എന്നവൾ പറയും. ഞാൻ ചോദിക്കട്ടെ, ഈ സ്നേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ അച്ഛനെയും അമ്മയും കോടതി വരാന്തയിൽ ഹൃദയം പൊട്ടുമാറ് കരയിച്ചുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹിച്ചു കൊള്ളാം, നിന്നോടൊപ്പം കാലാകാലം ജീവിച്ചു കൊള്ളാം എന്നവൾ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പയ്യനോട് ചോദിക്കട്ടെ, നിനക്കെങ്ങനെയാണ് ഈ വാക്ക് വിശ്വസിക്കാൻ സാധിക്കുക? നേരെ മറിച്ച് എനിക്ക് ആ പെൺകുട്ടിയോട് ചോദിക്കാനുള്ളത്, ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വയസ്സുകാലത്ത് താങ്ങും തണലും തുണയുമാകുമെന്ന പ്രതീക്ഷയിലാണ് അവൻ വളർത്തിയിട്ടുള്ളത്. ഇല്ലാത്ത കാശ് മുടക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ അവനെ പഠിക്കാൻ അയച്ചിട്ടുണ്ടാവുക. ആ മാതാപിതാക്കളെ ആദ്യത്തെ ഉത്തരവാദിത്തം, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുക എന്നുള്ളത്. ആ സംരക്ഷണം ഏറ്റെടുക്കാതെ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന വാക്ക് അവൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവൻ്റെ വാക്കിനെ നീ വിശ്വസിക്കുക? പ്രണയ വിവാഹങ്ങളിൽ 90% പരാജയപ്പെടുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ ഇത് നമ്മുടെ പ്രായത്തിൻ്റെ ഒരു
പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുകയും ഇത് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഈ ഒരു അട്രാക്ഷൻ സ്വാഭാവികമാണെന്ന് കോൺഷ്യസ്ലി അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, നമ്മുടെ ഗോള് എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. നമ്മുടെ ഗോള് സ്ട്രോങ് ആണെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹം, ത്വര, അത് വളരെ വലുതാണെങ്കിൽ ഇത്തരം ബ്ലോക്കേജുകളെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരുടെ മാതാപിതാക്കൾ കൂലിപ്പണിക്കാരായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ജോലികൾ ചെയ്ത് ഇല്ലാത്ത കാശ് മുടക്കിയിട്ടായിരിക്കും നിങ്ങളെ പഠിക്കാനായിട്ട് അയച്ചിട്ടുണ്ടാകുക. ഇവിടെ ഞങ്ങൾക്ക് വന്ന ഗതികേട് എൻ്റെ മക്കൾക്കുണ്ടാകരുത്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൾ സമൂഹത്തിൽ അന്തസ്സുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കണമെന്ന ആഗ്രഹമാണ് അവർക്കുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ അവസരത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയ ഈ മഹാഭാഗ്യത്തെ നിങ്ങൾ വിനിയോഗിക്കണം. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഈ അവസരത്തിനെ നിങ്ങൾ വിനിയോഗിക്കണം. അതല്ലാതെ ഇത്തരം അവസരത്തെ നിങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാനാണ് ഇറങ്ങിപ്പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ നാളെ നഷ്ടക്കാരാണ്. മറിച്ച് ഇന്ന് നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിപ്പെടാനുള്ള നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തുകയും അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ സ്വന്തം കാലിൽ, നിങ്ങളുടെ സ്വന്തം ചെലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. എൻ്റെ പഴയ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ലോഡിംഗ് ടീമിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ, ഒരു 25-30 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ, ഏകദേശം 10-15 കണ്ടെയ്നേഴ്സ്, 40 ഫീറ്റ് കണ്ടെയ്നേഴ്സാണ് ഒരു ദിവസം ഓഫ് ലോഡ് ചെയ്യാനുണ്ടാവുക. ഒരു കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 400 to 600 കാർട്ടൂൺസ് ആണ് അതിലുണ്ടാവുക. അതിൻ്റെ ഓഫ് ലോഡിംഗ് ടീമിലുള്ള ആ പയ്യൻ ഒരു ദിവസം അതിൽ ഓഫ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കൈ ട്രോളിയിൽ പിടിച്ചുകൊണ്ട് ഒരു കൈ നടുവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ ട്രോളിയുമായി താഴേക്ക് വരുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളൂ. അവൻ പറഞ്ഞ മറുപടി, ഞാൻ റെസ്റ്റ് എടുക്കാൻ ഉദ്ദേശിച്ചാൽ എനിക്കിവിടെ പണി ചെയ്യാൻ കഴിയില്ല, ഞാൻ എപ്പോഴും റെസ്റ്റ് എടുക്കേണ്ടി വരും. രാവിലെ ഞാൻ ഈ ജോലിക്ക് വരുന്ന സമയത്ത് ഒരു പെയിൻ കില്ലർ, വേദന മാറ്റാനുള്ള ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അതുപോലെ വൈകുന്നേരത്ത് ഞാൻ വീട്ടിൽ ചെന്നാൽ, റൂമിൽ ചെന്നാൽ ഒരു പെനഡോൾ ഞാൻ കഴിക്കും. അത് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല, അത്രമാത്രം വേദനയാണ് എനിക്ക്. എൻ്റെ ഊരവേദന എന്നാണ് പറഞ്ഞത്, എനിക്ക് നടുവിന് വേദനയാണെന്നാണ് പറഞ്ഞത്. ടൈഗർ ബാം ഇട്ടിട്ട് ഇവിടെ നമ്മൾ ആ ടൈഗർ ബാം പുരട്ടിയിട്ട് അത്രമാത്രം തൊലി കംപ്ലീറ്റ് പൊട്ടിക്കിടക്കുകയാണെന്ന് അവൻ പറഞ്ഞത്. എന്നിട്ട് അവൻ പറഞ്ഞത്, ഇതെൻ്റെ തെറ്റാണ്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ എത്രമാത്രം നിർബന്ധിച്ചിട്ടുണ്ടെന്നറിയോ എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ. അതിനുള്ള സാഹചര്യം അവർ ഒരുക്കി തന്നിട്ടുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമില്ല, എന്നാലും എന്നെ പഠിപ്പിക്കാനൊക്കെ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അനുസരിച്ചില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടി അങ്ങനെ നടന്നു എന്ന് അവൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ മുന്നിൽ നിന്ന് നടന്നകന്നു. നമുക്കറിയാം, ഇതുപോലെ എത്രയോ ആളുകൾ ഒരുപക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ മനസ്സിലെങ്കിലും കരഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ തിരിച്ചറിവ്, വൈകിയുള്ള ഈ തിരിച്ചറിവ് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. 2 രീതിയിൽ നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും. ഒന്നുകിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അഡ്വൈസുകൾ, അതാരിൽ നിന്നാണെങ്കിലും ശരി, മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും ശരി, ടീച്ചേഴ്സിൽ നിന്നാണെങ്കിലും ശരി, ഇത്തരം അനുഭവങ്ങളെ സ്വന്തം എക്സ്പീരിയൻസായി എടുത്തുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാം. അതല്ലെങ്കിൽ കുഴിയിൽ പോയിട്ട് വീഴാം, എന്നിട്ട് ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് പാഠം പഠിക്കാം. പക്ഷേ കുഴിയിൽ നിന്ന് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് ആ കുഴിയുടെ ആഴത്തിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ഭാവി, ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.